വാർത്തകൾ വിശദമായി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ പ്രചരണാർത്ഥം കോട്ടയം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിച്ച് നടത്തുന്ന ശുചിത്വ സന്ദേശ യാത്രയ്ക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായി. അയമനം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര സഹകരണ തുറവകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടി സർക്കാർ വിവിധ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. മാലിന്യമുക്ത നവകേരളത്തിനായി ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തുന്നത് മഹത്തായ പ്രവർത്തനമാണ്. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തരംതിരിച്ച് കൃത്യമായി സംസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം, അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് എന്ന സന്ദേശം നമുക്ക് പൂർണ്ണമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒപ്പം ജൈവ മാലിന്യങ്ങളും ജൈവേതര മാലിന്യങ്ങളും തരംതിരിച്ച് നമുക്കത് കൃത്യമായി സംസ്കരിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം പരുവപ്പെടുത്തിയെടുക്കുകയാണ്. ഇതുകൂടാതെ നമ്മുടെ ഹരിതകർമ്മസേന എല്ലാ സ്ഥലത്തും കൃത്യമായി ഇവരുടെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു മഹത്തായ ദൗത്യമാണ് നമ്മുടെ ഹരിതകർമ്മസേന ഈ രംഗത്ത് നിർവഹിക്കുന്നത്. അവരുടെ യൂസർ ഫീ കൃത്യമായി ഓരോ സ്ഥലത്തുനിന്നും കൃത്യമായി കൊടുക്കത്തക്ക കാര്യവും ഇതിനോടൊപ്പം തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. ആ നിലയിൽ നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ലക്ഷ്യത്തിൽ വ്യാപ്തിയിലെത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഭാഗവാക്കുകളായിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇന്ന് ഇവിടുന്ന് സമാരംഭിക്കുന്ന ശുചിത്വ സന്ദേശ യാത്ര അതിന്റെ ദൗത്യം എല്ലാ അർത്ഥത്തിലും കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിന്ദു, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, അയ്മനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ ടി.പി. ശ്രീശങ്കർ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ശുചിത്വ സന്ദേശ യാത്രയെത്തും. വയനാട് മാനന്തവാടിയിൽ കാട്ടാനാക്രമത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവം വനം വകുപ്പിന്റെ കുറ്റകരമായ അനാസ്ഥയെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. കാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും വനം മന്ത്രിക്ക് അറിയില്ല. കേരളത്തിൽ വനം വകുപ്പ് കാൽ നൂറ്റാണ്ട് പിറകിലാണെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. കേരളത്തിലെ വനം വകുപ്പ് ആകെ കുത്തഴിഞ്ഞ നിലയിലാണെന്ന് കെ. സുരേന്ദ്രൻ ആരോപിച്ചു. ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? വനം വകുപ്പിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് ഇതിനെല്ലാം കാരണം. ഗുരുതരമായ കൃത്യവിലോപമാണ് മാനന്തവാടിയിലുണ്ടായത്. ഭരണത്തിന്റെ എല്ലാ മേഖലയിലും സംസ്ഥാന സർക്കാർ തികഞ്ഞ പരാജയമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കാട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാത്തൊരു വനം വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളത്. എത്ര ലാഘവത്തോടു കൂടിയാണ് കേരള ഗവൺമെന്റ് ഇതിനെ കാണുന്നത്. ഇത് എത്രാമത്തെ സംഭവമാണ് കേരളത്തിൽ? എന്തിനാണ് നമുക്ക് ഈ വനം വന്യജീവി നിയമങ്ങളെല്ലാം? സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയാണ്, വനം വകുപ്പിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് ഇങ്ങനെ ഒരു മരണം ഉണ്ടാവാൻ കാരണം. ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പരിശീലനം സിദ്ധിച്ച ആൾക്കാരില്ല. ഇപ്പോഴും കേരള വനം വകുപ്പ് കാൽ നൂറ്റാണ്ട് പുറകിലാണ് പോകുന്നത്. ഭാരത് അരിക്കെതിരായ സംസ്ഥാന മന്ത്രിമാരുടെ പരാമർശങ്ങൾ ജനങ്ങളെ അപമാനിക്കുന്നതാണ്. സംസ്ഥാനത്തിനു വേണ്ടി ഒന്നും ചെയ്യാത്തവർ കേന്ദ്രത്തെ അവഹേളിക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി മകളെ രക്ഷിക്കാൻ നികുതി പണമെടുത്ത് കോടതിയിൽ പോകുകയാണ്. LDF UDF നാടകമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. മാസപ്പടി കേസ് മുക്കാൻ ശ്രമിക്കുന്നത് വി.ഡി. സതീശനാണെന്നും അദ്ദേഹം ആരോപിച്ചു. അഴിമതി മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നത്. അഴിമതി കേസുകളുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഒരു സർക്കാർ സംവിധാനം. എക്സാലോജിക്കിനെ രക്ഷിക്കാൻ, മകളെ രക്ഷിക്കാൻ മാസപ്പടി കേസിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കേരള ഹൈക്കോടതിയെ സമീപിച്ചു. KSIDCയെ കൊണ്ട് പാവപ്പെട്ടവരുടെ നികുതി പണമെടുത്താണ് പിണറായി വിജയൻ ഇത് കാണിക്കുന്നത്. മകളെ രക്ഷിക്കാൻ കള്ളപ്പണ ഇടപാട് നടത്തിയ മകളുടെ കമ്പനിയെ രക്ഷപ്പെടുത്താൻ KSIDCയെ മറയാക്കി ഹൈക്കോടതിയിൽ പോയി ശ്രമിച്ച് അത് പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ കർണാടകയിൽ പോയിരിക്കുകയാണ്. കിഫ്ബിയുടെ പേരിൽ തോമസ് ഐസക് കേരളത്തെ കൊള്ളയടിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വിദേശ ബന്ധം പരിശോധിക്കണം. അഴിമതി മറച്ചുവെക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഭരണം നടക്കുന്നത്. കേരളത്തെ കേന്ദ്രം എത്രമാത്രം വിലമതിക്കുന്നുവെന്നതിന് ഉദാഹരണമാണ് MS സ്വാമിനാഥന് ഭാരതരത്ന കൊടുത്തതെന്നും കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ എന്ത് പരിഗണനയാണ് നൽകിയതെന്നും
കെ സുരേന്ദ്രൻ ചോദിച്ചു. വാർത്താസമ്മേളനത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ, ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ എന്നിവരും പങ്കെടുത്തു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ 22 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയുടെയും അനുബന്ധ ഘടകങ്ങളുടെയും നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA നിർവഹിച്ചു. മണ്ഡലത്തിലെ വാഴപ്പള്ളി, കുറിച്ചി, തൃക്കൊടിത്താനം, പായിപ്പാട് എന്നീ പഞ്ചായത്തുകളിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളതെന്നും MLA. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കുന്ന 2,20,00,000 ലിറ്റർ പ്രതിദിന ശേഷിയുള്ള ജലശുദ്ധീകരണശാലയുടെയും അനുബന്ധ ഘടകങ്ങളുടെയും നിർമ്മാണ ഉദ്ഘാടനമാണ് അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA നിർവഹിച്ചത്. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലും സമീപ പ്രദേശങ്ങളായ വാഴപ്പള്ളി, തൃക്കൊടിത്താനം, പായിപ്പാട്, കുറിച്ചി പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിലും നിലവിൽ ജലവിതരണം നടത്തിവരുന്നത് കറ്റോട്, കല്ലിശ്ശേരി പദ്ധതികളിൽ നിന്നാണ്. കറ്റോട് സ്കീമിൽ നിന്നുള്ള ജലം തിരുവല്ല കുട്ടനാട് പ്ലാന്റിൽ ശുദ്ധീകരിച്ച് നേരിട്ട് ചങ്ങനാശ്ശേരി ചെറുകരക്കുന്ന് ഉന്നതതല ടാങ്കിൽ ശേഖരിച്ചും കല്ലിശ്ശേരി സ്കീമിലെ ജലം കല്ലിശ്ശേരിയിലെ തന്നെ പ്ലാന്റിൽ ശുദ്ധീകരിച്ച് പെരുന്നയിലെത്തിച്ച് അവിടെ നിന്നും പമ്പ് ചെയ്ത് ചെറുകരക്കുന്നിലെ ഉന്നതതല ടാങ്കിൽ ശേഖരിച്ചുമാണ് വിതരണം നടത്തിവരുന്നത്. എന്നാൽ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിക്കും ഈ 4 പഞ്ചായത്തുകൾക്കും ജലം ശുദ്ധീകരിച്ച് വിതരണം നടത്തുന്നതിനായി ഒരു ശുദ്ധീകരണശാല നിലവിലില്ല. ഇതുമൂലം ജലലഭ്യതയിൽ പലപ്പോഴും കുറവും തടസ്സങ്ങളും നേരിടാറുണ്ട്. ഇതിനൊക്കെ പരിഹാരമായാണ് പുതിയ 22 ദശലക്ഷം ശേഷിയുള്ള ജലശുദ്ധീകരണശാല വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് MLA പറഞ്ഞു. തൃക്കൊടിത്താനം പഞ്ചായത്തിലും പായിപ്പാട് പഞ്ചായത്തിലും ചെറുകരക്കുന്നിൽ 20 ദശലക്ഷം വെച്ച് 18 ദശലക്ഷം വെള്ളം വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ ഇതിൻ്റെ പൈപ്പിൻ്റെയും പരിപാടിയെല്ലാം നടന്നു. സമ്പൂർണ്ണ ഈ നമ്മുടെ ശുദ്ധീകരണ പ്ലാന്റിൽ നിന്ന് പായിപ്പാട്, തൃക്കൊടിത്താനം, വാഴപ്പള്ളി, കുറിച്ചി ഈ 4 പഞ്ചായത്തിലുമുള്ള നമ്മുടെ ജനങ്ങൾക്ക് ശുദ്ധീകരിച്ച നല്ല വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് ഓർക്കളയിലുള്ള ഒരേക്കർ സ്ഥലത്ത് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് 36 കോടി രൂപ മുടക്കി ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കാൻ പോകും. തീർച്ചയായും ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ നമ്മുടെ കുറിച്ചിക്കും വാഴപ്പള്ളിക്കും നമ്മുടെ തൃക്കൊടിത്താനത്തിനും പായിപ്പാടും ഒരുപാട് ഉപയോഗിക്കുന്ന അത് മുനിസിപ്പാലിറ്റിയും ഇത് ഉപയോഗപ്പെടുത്താൻ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മോർക്കുളങ്ങരയിൽ ജല അതോറിറ്റി വക ഭൂമിയിലാണ് ജലശുദ്ധീകരണശാല നിർമ്മിക്കുന്നത്. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് IAS, അതോറിറ്റി ടെക്നിക്കൽ മെമ്പർ S. സേതുകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമിച്ചൻ പാലത്തിങ്കൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തകഴി ഗ്രാമപഞ്ചായത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നാനാട്ടുവാലി പാലം ആറ്റുതീരം റോഡ് നാടിന് സമർപ്പിച്ചു. മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തീരദേശ റോഡുകളുടെ നിലവാരം ഉയർത്തുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 615 മീറ്റർ ദൈർഘ്യമുള്ള റോഡ് 55 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയത്. തോമസ് കെ തോമസ് MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ ഒരു മീറ്റിംഗ് സാർ വിളിച്ചിട്ട് ഞാനവിടെ അതിനകത്ത് സംബന്ധിച്ചുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് പഞ്ചായത്തിന് ആവശ്യമെന്നുള്ള ഒരു ഔട്ട്ലൈൻ ഉണ്ടായിക്കൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഒരു വർഷം നല്ല സൂപ്പറായിട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം പൈസ ചിലപ്പോൾ കുട്ടനാട് 2ാം പാക്കേജ് നമുക്ക് 500 കോടി രൂപ അനുവദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്ലാൻ എങ്കിലേ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. കാരണം അല്ല നമുക്കൊന്നുമില്ലാതെ ഇരുന്ന് ഏതായാലും നമ്മുടെ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്, സംശയമൊന്നും വേണ്ട, നമുക്ക് മേടിക്കാവുന്ന മാക്സിമം നമുക്ക് മേടിച്ചെടുക്കാനായിട്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അജയകുമാർ, വൈസ് പ്രസിഡന്റ് അംബിക ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S. ശ്രീജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പമ്മ ചെറിയാൻ, ജയചന്ദ്രൻ കലാങ്കേരി തുടങ്ങിയവർ സംസാരിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 10ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കാരിക്കൽ പാലം മോട്ടോർതറ റോഡ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. 236 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും BM&BC നിലവാരത്തിലാണ് നിർമ്മാണം. റോഡിന്റെ ഇരുഭാഗവും കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട്. 20 ലക്ഷം രൂപയാണ് ചെലവ്. കാരിക്കൽ പാലത്തിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീപ രാഗേഷ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ്,
സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രജിത് കാരിക്കൽ, ലേഖാമോൾ സനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം UM കബീർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ കോടതി 100ന്റെ നിറവിൽ. ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഫെബ്രുവരി 17 ശനിയാഴ്ച ബാർ അസോസിയേഷൻ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 17 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് ഡിസ്ട്രിക്ട് ജഡ്ജ് മിനി എസ് ദാസ് ശതാബ്ദി സ്മാരക ഫലകം മുനിസിപ്പൽ കോടതി അങ്കണത്തിൽ അനാവരണം ചെയ്യുന്നതോടെ സമാപന ആഘോഷങ്ങൾക്ക് തുടക്കമാകും. 2:30-ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ബാർ അസോസിയേഷന്റെ മുൻ അധ്യക്ഷന്മാരുടെ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്യും. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ ജഡ്ജിമാരായ സാനു പണിക്കർ, PS സൈമ, മുൻസിഫ് തോമസ് വർഗീസ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് TV ബിജു തുടങ്ങിയവർ സംസാരിക്കും. അതെ, അതുപോലെ തന്നെ ഇവരുടെ എല്ലാം മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള ഈ മഹാരഥന്മാരുടെ എല്ലാം തന്നെ ഫോട്ടോകൾ ഞങ്ങൾ പുതിയ ബാർസോൾ അനാച്ഛാദനം ചെയ്യുന്നു. അതിനെ സംബന്ധിച്ച് ഈ കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ കാര്യം മാത്രമേ ഈ കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വെച്ചാൽ അത് ഒരു ഫൈനൽ വർക്കിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഡിസ്ട്രിക്ട് മുൻസിഫ് കോർട്ടെന്നും പിന്നീട് വില്ലേജ് പഞ്ചായത്ത് കോർട്ടെന്നും നാമകരണം ചെയ്യപ്പെട്ട കോടതി ആദ്യ കാലഘട്ടത്തിൽ തിരുവല്ല മുൻസിഫ് കോടതിയുടെ അധികാര പരിധിക്കുള്ളിലായിരുന്നു. ഇപ്പോഴത്തെ കെട്ടിടത്തിൽ മുൻസിഫ് കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് 1940-കളോടെയാണ്. ആദ്യ തിരുക്കൊച്ചി നിയമസഭാംഗമായിരുന്ന KM കോര, NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ പ്രമുഖർ ചങ്ങനാശ്ശേരി മുൻസിഫ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ജോസഫ്, സെക്രട്ടറി അഡ്വക്കേറ്റ് കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാതല ചെസ് മത്സരം സംഘടിപ്പിച്ചു. പുന്നപ്രവയല സ്മാരക ഹാളിൽ നടന്ന മത്സരം അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെയും ജില്ലാ സമ്മേളനത്തിന്റെയും ഭാഗമായിട്ടാണ് ഇത്തരമൊരു മത്സരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ചെസ്സും മറ്റ് ധാരാളം കായിക ഇനങ്ങളും കലാമത്സരങ്ങളുമെല്ലാം ഈ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടകർ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നിശ്ചയമായും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിചേർക്കാൻ കഴിയുന്നതിലേക്കാണ് സമ്മേളന പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ നടത്തിയിട്ടുള്ളത്. ഈ മത്സരം നടക്കുന്ന സമയമാണെങ്കിൽ ചെസ് ഒളിമ്പ്യാഡിൻ്റെ ദീപശില വരുന്ന 14-ാം തീയതി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകണം. കഴിഞ്ഞ ചെസ് ഒളിമ്പ്യാഡ് നടന്നത് ഇന്ത്യയിലാണ്. സമ്മേളനത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപറമ്പിൽ അധ്യക്ഷനായി. COA ആലപ്പുഴ മേഖലാ പ്രസിഡന്റ് CA ലെവൻ, ന്യൂ സ്റ്റാർ മാനേജിംഗ് ഡയറക്ടർ MG ഷാജി, ഫിറോസ് മുഹമ്മദ്, സജി അബൂബക്കർ, ചെസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P സുനിൽ, സെക്രട്ടറി വിനീത് കുമാർ, സജിൻ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഫിഡെ ആർബിറ്റർ PM ഷാജി മത്സരങ്ങൾ നിയന്ത്രിച്ചു. വിവിധ കാറ്റഗറികളിലായി 100ഓളം പേർ മത്സരത്തിൽ മാറ്റുരച്ചു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടശേഖരങ്ങൾക്ക് നൽകുന്ന വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പിന്റെ വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് PK വേണുഗോപാൽ നിർവഹിച്ചു. പുളുങ്ങുന്ന പഞ്ചായത്ത് കോളേജ് ഡിവിഷനിലെ പുതിയാറ്റിൻ പാടശേഖരത്തിലാണ് 10 HP ആദ്യ പമ്പ് ലഭ്യമാക്കിയത്. താഴ്ന്നു കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ട പാടശേഖരങ്ങളെ കണ്ടെത്തി ആ ലിസ്റ്റ് സോർട്ട് ചെയ്ത് അതിൻ്റെ ചാർജ് ഞങ്ങൾ തന്നെ പോയി ബോധ്യപ്പെട്ട് തീർത്തും അംഗീകരിക്കേണ്ടതായ അല്ലെങ്കിൽ ഉചിതമായ പാടശേഖരങ്ങളെയാണ് ഈ നിലയിൽ കൃഷിയോഗ്യമാക്കുവാനും വെർട്ടിക്കൽ ആക്സിസ് പമ്പുകൾ നൽകുവാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് മേഖലയിൽ കൂടുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ആവശ്യമായ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നടപ്പിലാക്കപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വർഷത്തെ പാടശേഖരങ്ങൾക്ക് വെർട്ടിക്കൽ ആക്സിസ് പമ്പ് നൽകുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടും. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് പ്രീതി സജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സബിത രാജേഷ്, വാർഡ് മെമ്പർ അമ്പിളി T ജോസ്, CDS ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടിയമ്മ, പാടശേഖര സമിതി സെക്രട്ടറി ജോണിച്ചൻ ഇടയാടി, ADA ആനി മാത്യു എന്നിവർ സംസാരിച്ചു. 22 വർഷമായി തരിശുഭൂമിയായി കിടന്നതാണ് പുതിയാട്ടിൽ പാടശേഖരം. ബ്ലോക്ക് പഞ്ചായത്ത് 2021-22 വർഷത്തെ തരിശ് കൃഷി പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് പാടശേഖരം കൃഷിയോഗ്യമാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 4 ഡിവിഷനുകളിലായാണ് പമ്പുകൾ അനുവദിച്ചിട്ടുള്ളത്. വിവിധ പാടശേഖരങ്ങൾക്കായി
10 HP മുതൽ 25 HP വരെയുള്ള പമ്പ് സെറ്റുകൾ നൽകുന്നതാണ് പദ്ധതി. പാടശേഖര സമിതി അംഗങ്ങളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കൊപ്പം ഭവന നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ, മാലിന്യ സംസ്കരണം എന്നീ മേഖലകൾക്കും പ്രാധാന്യം നൽകിയുള്ള കരട് ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കൊപ്പം ഭവന നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, കുടിവെള്ള ലഭ്യത ഉറപ്പാക്കൽ, മാലിന്യ സംസ്കരണം എന്നീ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. 2024-25 വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ പദ്ധതികളിലായി കേന്ദ്ര സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന പ്രതീക്ഷിത ഫണ്ടുകളും വിവരങ്ങളും ചുവടെ ചേർക്കുന്നു. 69,54,63,444 രൂപ വരവും 69,50,73,362 രൂപ ചെലവും 3,90,082 രൂപ നീക്കിബാക്കിയും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ TG ജലജകുമാരി, ബിനു ഐസക് രാജു, ജയശ്രീ വേണുഗോപാൽ, ഷീല സജീവ്, S ശ്രീജിത്ത്, ഗോകുൽ ഷാജി, രജനി അജിത് കുമാർ, അഡ്വക്കേറ്റ് മെറിൻ ആൻഡ് മാത്യു, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യ പരിസ്ഥിതി സംഘടനയായ മിലൻ 21ന്റെ നേതൃത്വത്തിൽ മാന്നാർ പഞ്ചായത്തിലെ പുഴയോരം നീർത്തടത്തിൽ മില്ലറ്റ് കൃഷി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ശരിക്കും മിലൻ 21 പല പ്രാവശ്യവും വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ നടത്തുകയും കൃഷിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുൻകാലങ്ങളിലൊക്കെ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ സ്വാഗതാർഹമാണ്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് എപ്പോഴും മിലൻ 21നോട് അക്കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇന്നത്തെ നമ്മൾ പ്രകൃതിയെ ഒന്നും ആശ്രയിക്കാതെ തന്നെ ഇപ്പം നമ്മൾ ഹോട്ടലുകളിൽ നിന്നും ഫുഡിനെ ആശ്രയിക്കുന്ന ഒരു ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഇനി വരുന്ന തലമുറകൾക്കൊക്കെ തന്നെ ഫാസ്റ്റ് ഫുഡ് മതി. ഒരിക്കൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫുഡിനെയും നമ്മുടെ മക്കളാരും തന്നെ അതിനെ ആശ്രയിക്കുന്നില്ല. അത്തരത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് രോഗങ്ങൾ എത്രയും വേഗം നമ്മളെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾ, ഇതുപോലെ തന്നെ സംഘടനകൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മില്ലറ്റ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജേക്കബ് മാത്യു മില്ലറ്റ് കൃഷിയുടെ പ്രാധാന്യം വിശദീകരിച്ചു. നടീൽ ഉദ്ഘാടനം കൃഷി ഓഫീസർ PC ഹരികുമാർ നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർ മധു പുഴയോരം, മിലൻ 21 ചെയർമാൻ PAA ലത്തീഫ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ O ജയലക്ഷ്മി, വൈസ് ചെയർമാൻ MA ഷുക്കൂർ, N പ്രഭാകരൻ, TS ഷെയ്ഖ്, സഹായി ബഷീർ, അശോക് കുമാർ, ജോർജ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹോദരങ്ങൾക്ക് കൈത്താങ്ങായി ഒരുക്കുന്ന സ്നേഹസ്പർശം പദ്ധതിക്ക് വെള്ളിയാഴ്ച തുടക്കമായി. നിർധന കുടുംബങ്ങൾക്ക് ജീവിതമാർഗം കണ്ടെത്തുവാൻ സഹായം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഹയർ സെക്കൻഡറി വിഭാഗം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്കൂളിൽ ഹയർ സെക്കൻഡറി ആരംഭിച്ച് 25 വർഷം പൂർത്തിയായതിനോടനുബന്ധിച്ച് 25 കുടുംബങ്ങൾക്ക് വളർത്തുന്നതിനായി 6 മാസം പ്രായമായ ആട്ടിൻകുട്ടികളെ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. വരും വർഷങ്ങളിൽ തുടർ പദ്ധതിയാകും വിധം ബക്കരി ബാങ്കിന് രൂപം നൽകും. വെള്ളിയാഴ്ച സ്കൂൾ അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കർഗയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇത്രയും വർഷം വളരെ പ്രസക്തിയോടെ നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും നേട്ടമാണ്, അഭിമാനമാണ്. ഇന്നും കുട്ടനാട്ടിൽ ഏറ്റവും അധികം കുട്ടികൾ അഡ്മിഷന് വേണ്ടി പലപ്പോഴും കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഓഫീസിൽ വരെ വരാറുണ്ട്. ഈ സ്കൂളിലേക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അത്രയും മാത്രം സമൂഹത്തിൽ വിലമതിക്കപ്പെടുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ മാത്രം ഉയർച്ചയല്ല, നമ്മോടൊപ്പം നമുക്ക് ചുറ്റുമുള്ളവരെയും കൈപിടിച്ചുയർത്തുകയാണെന്ന വലിയൊരു സന്ദേശം ഇന്നിവിടെ നടക്കുന്ന ഈ പ്രത്യേകമായിട്ടുള്ള പ്രോജക്റ്റ് നമുക്ക് നൽകുകയാണ്. സ്കൂൾ മാനേജർ ഫാദർ ഗ്രിഗറി ഓണംകുളം അധ്യക്ഷത വഹിച്ചു. നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ പദ്ധതി പ്രഖ്യാപനം നടത്തി. തുടർന്ന് കോർപ്പറേറ്റ് മാനേജർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ ചേർന്ന് ആടുകളെ കൈമാറി. പ്രിൻസിപ്പൽ സിബിച്ചൻ ജോർജ്, ഹെഡ്മാസ്റ്റർ പ്രകാശ് J. തോമസ്, ഡയാന സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി അസംപ്ഷൻ കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മീഡിയ ഫെസ്റ്റ് വോയിസ് 24 സംഘടിപ്പിച്ചു. ഫാഷൻ ഷോ, ന്യൂസ് റീഡിംഗ് കോമ്പറ്റീഷൻ, അഡ്വർടൈസിംഗ് ഗെയിം, സ്പോർട്ട് ഡാൻസ് തുടങ്ങി നിരവധി മത്സരങ്ങൾ ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തി.
വിവിധ കോളേജുകളിൽ നിന്നായി 100-ലധികം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച മത്സരങ്ങളിൽ പങ്കെടുത്തത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി വൈസ് പ്രിൻസിപ്പൽ ആൻ മേരി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഫാദർ ബിജു കാഞ്ചിക്കൽ അധ്യക്ഷനായി. മാറുന്ന ലോകത്തിൽ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം വലുതാണെന്നും അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്ത് ഇത്തരത്തിലുള്ള മീഡിയ ഫെസ്റ്റുകൾ അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. Media is one of the most powerful weapons in this modern era. It shapes our ways of life, our fashion, our taste, and so on. The use of it can be positive and negative. Please put up a positive outlook on media. Realize this program, and I think especially where of appreciation for second-year UG students. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. മീഡിയ ഫെസ്റ്റിന് നേതൃത്വം നൽകിയ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികമാരായ മീര ജി നായർ, ഷീന തോമസ്, വിദ്യാർത്ഥി പ്രതിനിധി ആസ്മി സലീം എന്നിവരെ ആദരിച്ചു. തലവടി പുതുപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ഉത്സവത്തിന് കൊടികയറി. ശിവഗിരി മഠം തന്ത്രി നാരായണ പ്രസാദിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്. കൊടിയേറ്റിനു മുന്നോടിയായി ക്ഷേത്രത്തിൽ കലശാഭിഷേകവും കുങ്കുമാഭിഷേകവും നടന്നു. മേൽശാന്തി സാനു ഗോകുലമഠം, വിശ്വനാഥൻ ശാന്തി, വിഷ്ണു നാരായണൻ ശാന്തി എന്നിവർ സഹകാർമ്മികരായി. തിരുവുത്സവത്തോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിലായി വിശേഷാൽ പൂജകളും താലപ്പൊലി വരവ്, കലാപരിപാടികൾ എന്നിവയും നടക്കും. ആറാട്ട് ദിവസമായ ഫെബ്രുവരി 15 നടക്കുന്ന പൊതുസമ്മേളനം SNDP കുട്ടനാട് സൗത്ത് യൂണിയൻ ചെയർമാൻ സന്ദീപ് പച്ചയിൽ ഉദ്ഘാടനം ചെയ്യും. ശാഖാ പ്രസിഡന്റ് സഞ്ജു ശശിധരൻ, സെക്രട്ടറി മനോജ് ചിറപ്പറമ്പിൽ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ കൊടിയേറ്റ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5755 രൂപ, പവന് 46,040 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.